ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നവരാത്രി പൂജയും കാര്യങ്ങളൊക്കെ ആയില്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങളിത് വണ്ടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ഓണത്തിനുള്ള പൂവും പൂജയ്ക്കുള്ള പൂവും എല്ലാം നമ്മുടെ തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് നമുക്ക് ഇപ്രാവശ്യം പൂ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ ഇഷ്ടം പോലെ ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതും ചെണ്ടുമല്ലിയുടെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് കേട്ടോ. എല്ലാം യെല്ലോ കളർ ചെണ്ടുമല്ലിയുടെ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, കാണാൻ ജമന്തി പോലെ ഇരിക്കുമെങ്കിൽ ഇത് ചെണ്ടുമല്ലിയാണ് കേട്ടോ. ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ എല്ലോ ആയിട്ട് യൂസ് ചെയ്തത് കൂടുതൽ ഇതായിരുന്നു കേട്ടോ. ബിക്കോസ് അത് കട്ട് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതും ഒരു ഡിഫറെന്റ് വെറൈറ്റിയാണ്. ഇതുപോലെ തന്നെ ഓറഞ്ച് ചെണ്ടുമല്ലിയുടെയും 2-3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത്തവണ തോട്ടത്തിൽ വരുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ ഗൈസ്. കയറി വരുമ്പോൾ തന്നെ ചെണ്ടുമല്ലിയുടെ മണവും ആ എൻട്രൻസിലാണ് കേട്ടോ. തോട്ടത്തിൻ്റെ എൻട്രൻസിലായിട്ടാണ് ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫുള്ളി ചെണ്ടുമല്ലി വെച്ച് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് ഗൈസ്. നല്ല മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ പറിക്കാനേ തോന്നുന്നില്ല ഗൈസ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. പക്ഷെ പറിച്ചല്ലേ പറ്റുള്ളൂ. മാല ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും പറിക്കണം. അപ്പോൾ ഞങ്ങളിതൊക്കെ പറിക്കാൻ പോവാണ് ഗൈസ്. ഈ ചെണ്ടുമല്ലിയുടെ ഒക്കെ ഹൈറ്റ് നോക്കുക ഗൈസ്. എന്നേക്കാളുണ്ട് ഗൈസ്. ഏത് നോക്കുക ഗൈസ്, ഒരു ഓറഞ്ച് ചെണ്ടുമല്ലി. ഇതിൻ്റെ ഹൈറ്റ് നോക്കുക ഗൈസ്. ഈ ചെണ്ടുമല്ലി ചെടിയല്ല, ചെണ്ടുമല്ലി മരമായിട്ടുണ്ട് ഗൈസ്. കൊച്ചു മാല ഉണ്ടാക്കണം. നമ്മുടെ നേരിട്ടിൻ്റെ സൈക്കിളിലൊക്കെ ഇട്ട് കൊടുക്കണം. എൻ്റെ വണ്ടി ഇപ്രാവശ്യം 5 ഇയേഴ്സിന് ശേഷം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അത് 5 അല്ല, സോറി ഗൈസ്, 4 ഇയേഴ്സിന് ശേഷം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് എൻ്റെ വണ്ടി. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവിടെ പൂജ നമ്മൾ അവിടെ ഇട്ടും പോപ്പാലൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് മാല മേടിച്ചിട്ടാണ് ഇടാറ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ തോട്ടം നിന്ന് കിട്ടുന്ന പൂ എന്ന് പറയുമ്പോൾ അതൊരു ഫീൽ തന്നെയാണ്. പിന്നെ എല്ലാം പറിച്ചിട്ട് പോയിട്ട് വേണം പൂക്കളൊക്കെ കെട്ടാൻ, മാല ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മഴ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഞാൻ ഫുൾ നനഞ്ഞു കൊളവും. അപ്പോൾ വേഗം വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.